അയ്യോൾ അപ്പോൾ ഇന്നുണ്ടല്ലോ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ നാളെയാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് നാട്ടിൽ പോയിട്ട് ഒന്ന് അമ്പലത്തിലും പിന്നെ ഉത്സവം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയതായിരുന്നു ലാസ്റ്റ് ഡേ. അപ്പോൾ അന്ന് പോയപ്പോൾ നമുക്ക് ഫുള്ള് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പോകുമ്പോൾ ഏട്ടനില്ല, ഞാനും മോനും മാത്രം പോകണതാണ്. അതുകൊണ്ട് ഇപ്പോൾ സമയം 9:45. രാവിലെ പോകണം. എന്താണെന്ന് വെച്ചാൽ ഇവനെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കുണ്ടെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ ട്രയൽ റൂം ഒന്നും ഫ്രീ ആയിട്ടുണ്ടാവില്ല ഈവനിങ് ആകുമ്പോൾ, പിന്നെ ട്രാഫിക് ഉണ്ടാവും. ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ ട്രയൽ റൂമിൻ്റെതല്ല, മോനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പണി ആണ്. അപ്പോൾ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആണല്ലോ പറയാനും പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് പറ്റുവാണെങ്കിൽ എന്നല്ല, അധികം ലഞ്ചൊക്കെ കഴിച്ചിട്ടേ ഞങ്ങൾ വരൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി എടുത്തിട്ടുള്ള 2 ഡ്രസ്സുകൾ ആൾട്ടർ ചെയ്യാൻ കൊടുക്കാൻ പോകണം, ത്രെഡ് ചെയ്യാൻ കൊടുക്കാൻ പോകണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്, പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ, കാരണം മോർണിംഗ് കൊണ്ട് പോകുമ്പോൾ എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞ കലാപരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ പോകാമെന്നൊക്കെ പറഞ്ഞ് ബാഗും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഊബറും ബുക്ക് ചെയ്ത് ഊബറിൻ്റെ അടുത്ത് എത്താനാവുമ്പോഴാണ് ഏട്ടൻ വിളിച്ച് പറഞ്ഞത് ഞാൻ ഉച്ചയ്ക്ക് വരുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം, എന്നിട്ട് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന്. ഞാൻ ആകെ പെട്ടുപോയി, കാരണം ഞാൻ ഊബറും ബുക്ക് ചെയ്തു, അത് ക്യാൻസലും ചെയ്യേണ്ടി വന്നു, പിന്നെ വന്നിട്ട് ലഞ്ച് ഉണ്ടാക്കണം. അങ്ങനെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ച് ഇറങ്ങി. അപ്പം നമ്മൾ ആദ്യം മോന് ഷൂസൊക്കെ നോക്കാനായിരുന്നു പോയത്. നമ്മൾ ഫസ്റ്റ് ക്രൈയിലാണ് പോയത്. നോർമലി ഫസ്റ്റ് ക്രൈയിൽ ഞാൻ ഓൺലൈനിലാണ് എടുക്കാറ്, ഷോപ്പിൽ പോയി എനിക്കൊന്നും കിട്ടാറില്ല. അതുപോലെ തന്നെയാണ് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ ആകെ ഒരു സൈസ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ആകെ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവനൊന്നും കിട്ടാണ്ട് നമ്മൾ തിരിച്ചു. പിന്നെ നമ്മൾ നേരെ ഒരു മാളിലോട്ട് പോയി. അന്ന് നമ്മൾ പോയില്ലേ, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ പർച്ചേസ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നൈറ്റ് ഡ്രസ്സ് വേണമായിരുന്നു. ഞാൻ കൂടുതലും നോക്കിയത് സെറ്റായിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും നൈറ്റ് ഡ്രസ്സ് കാര്യങ്ങൾ കൂടുതൽ എടുക്കുന്നത് മാക്സിൽ നിന്നാണ്. കാരണം എനിക്ക് എങ്ങനത്തെ സ്റ്റിച്ചിങ്ങുള്ള പാൻറ്റാണെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ കീറിപ്പോവും, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ മാക്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ലത് ആണ് കേട്ടോ. എപ്പോഴും കുറേ നാളെനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. മീൻസ് കീറിയിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടിയിട്ടോ ഒന്നല്ല, അതിൻ്റെ കളറൊക്കെ മോശമായിട്ടാണ് ഞാനത് ഉപേക്ഷിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രയും ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിൽ നിന്നാണ് എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർഗർ കിങ്ങിൽ കയറിയിട്ട് ബർഗറും ഒരു മിൽക്ക് ഷേക്കൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ മിൽക്ക് ഷേക്കൊക്കെ കുടിക്കാൻ വലിയ ധൈര്യമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ നാട്ടിലോട്ടാണല്ലോ, ഇവിടുത്തെ തണുപ്പിന് പണി കിട്ടും. അപ്പോൾ നാട്ടിൽ പോവാൻ ആയതുകൊണ്ട് ആ ക്ലൈമറ്റ് ഓക്കെ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ മിൽക്ക് ഷേക്കൊക്കെ കുടിക്കാനും പിന്നെ മോന് കൊടുക്കാനൊക്കെ വിചാരിച്ചു. അവനാണെങ്കിൽ ചെറിയ ചുമയുണ്ട്, പക്ഷേ ഞാൻ കുടിക്കുന്ന സമയത്ത് പിന്നെ ആൾ എന്തായാലും കുടിക്കാതിരിക്കത്തില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആൾ വലിയ പ്രശ്നമൊന്നും ആക്കാതെ അതൊക്കെ കണ്ട് കൂളായിട്ട് കഴിച്ചു. പിന്നെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലത്ത് കയറാമെന്ന് വിചാരിച്ചു, പക്ഷേ അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2-3 ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറി നോക്കി. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 3-4 സെറ്റ് വേണമായിരുന്നു നൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ഈ മാക്സിലാണെങ്കിൽ എനിക്ക് സെറ്റായിട്ടുള്ളത് 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഉണ്ട്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. എന്നാൽ ഇഷ്ടപ്പെട്ടതിനാണെങ്കിൽ സൈസും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പിന്നെ എടുക്കാമെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ വേറെ മാളിൽ പോയ സമയത്ത് അവിടെ മകരസംക്രാന്തിക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് നമ്മളൊരു 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വേറൊരു മാളിലേക്ക് വന്നത്. അപ്പോൾ അവിടെയും ഈ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെയും നോക്കി, മാളിലും മോന് വേണ്ടിയിട്ട് ഷൂസ് നോക്കി, പക്ഷെ ഒന്നും നമുക്കങ്ങനെ കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഇറങ്ങി അവിടെ നിന്ന് താഴെയായിട്ടാണ് നമ്മുടെ സ്മാർട്ട് ബസാർ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ലാസ്റ്റ് തപ്പിയിട്ട് ഞാൻ 2 പാൻറ് എടുത്തു, നമ്മുടെ വീട്ടിൽ തരുന്ന പാൻറ് എടുത്തു. ടോപ്പാണെങ്കിൽ സൈസില്ല, ടോപ്പ് മീൻസ് ബനിയന്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ നമ്മുടെ ഈ ഒരു പോക്കിൻ്റെ പർച്ചേസ് ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ചു. ഇവിടെ പോയി വന്നിട്ടാണ് ഈ ഒരു പർച്ചേസും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മിന്ത്രയിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് വരുന്ന സംഭവം പർച്ചേസ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ വീഡിയോ എന്താണെന്നറിയോ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ നാട്ടിലോട്ട് പോവാണ്. അതിൽ ഞാൻ പിന്നെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മളിങ്ങനെ പോകുന്നത് വെറുതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ.
പിന്നെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ തലവേദനയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പോകുമ്പോൾ വെറുതെ വീട്ടിലിരിക്കണ പോലെയാണ് പോവാറ്. ഒന്നും ചെയ്യത്തില്ല, മുഖത്ത് ഒന്നും ചെയ്യത്തില്ല. അപ്പം വഴിയിലെങ്ങാനും ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും. കാരണം നമ്മൾ മുഖത്തും ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, മൊത്തം ക്ഷീണമായിരിക്കും. പിന്നെ ഞാൻ വീട്ടിൽ പോകണ ആ ഒരു ഇത് തന്നെ വീട്ടിലിരിക്കണ പോലെ അങ്ങ് പോവുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാനും മോനും കുറച്ച് ആനേനെയും കുരങ്ങിനെയൊക്കെ കണ്ട് രസിച്ച് അങ്ങോട്ട് പോയി. അപ്പം ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വരുന്നതോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് അമ്പലത്തിൽ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിന് പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അല്ലാതെ നമ്മൾ വടക്കുന്നാഥനിലും ഗുരുവായൂരൊക്കെ പോയ ചെറിയ ചെറിയ ക്ലിപ്സ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്